ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫേവറേറ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചട്നി റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. തക്കാളി കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു ചട്നി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം. അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. ഇനി കുക്കിങ്ങിലേക്ക് പോകാം. ഇതിനായി ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു 5 വറ്റൽമുളകും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. അപ്പോൾ അത് മെയിനാണ്. അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ചേർക്കണം. അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പൊട്ടുകടലയിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതായിട്ടൊന്ന് കോൾഡൊക്കെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത്. പൊട്ടുകടലൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വറ്റൽമുളകാണ്. അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കരിഞ്ഞു പോകും. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതിൽ നിന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉള്ളിയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതുപോലെ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കി വേണം ഈ ഒരു തക്കാളി ചട്നിക്ക് എടുക്കാൻ, ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയൊക്കെ എടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഇതിൽ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വരുന്നത് വരെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ മിക്സിയിലെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഈ ഒരു തക്കാളി ചട്നി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇതിൽ കറക്റ്റ് ആ ഒരു ശരവണ ഭവൻ എന്നൊക്കെ കഴിക്കുന്ന ആ ഒരു തക്കാളി ചട്നിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമാണെങ്കിൽ നമുക്ക് അല്പം മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി വറ്റൽ മുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായി ഇതേ പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തക്കാളി ചട്നി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ തക്കാളി ചട്നിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഒരു തക്കാളി ചട്നിയാണിത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മൾ തക്കാളി ചട്നിയൊക്കെ റെഡിയായി വരും. അപ്പോൾ ഇതിലേക്ക് തേങ്ങയോ പുളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇതിലല്പം മധുരവും പുളിയും എരിവൊക്കെയുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ ഈ തക്കാളി ചട്നി. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അതുപോലെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.